സംസ്ഥാന പോലീസ് അസോസിയേഷൻ പിരിച്ചുവിട്ടു. നിലവിലെ ഭരണസമിതിയാണ് പിരിച്ചുവിട്ടത്. പുതിയ ഭരണസമിതി രൂപീകരിക്കാൻ അഡ്ഹോക് കമ്മിറ്റി DGP രൂപീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനി ചേർന്നു. ശാലിനി, പോലീസ് അസോസിയേഷൻ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നു. പുതിയ അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. വിനോദ, ഈ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് പിരിച്ചുവിട്ടിരിക്കുന്നത്. സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചില ഔദ്യോഗിക ഉത്തരവുകളും അതുമായി ബന്ധപ്പെട്ട് ചില മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് അസോസിയേഷന്റെ നിലവിലെ ഭരണസമിതി പിരിച്ചുവിടുകയും ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തത്. 17 പേരടങ്ങുന്ന അഡ്ഹോക് കമ്മിറ്റിക്കാണ് ഇപ്പോൾ രൂപം നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, പോലീസ് അസോസിയേഷൻ, സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നിലവിലെ ഭരണസമിതികളാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, 17 പേരടങ്ങുന്ന താൽക്കാലിക ഭരണസമിതിയെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് അല്പസമയം മുമ്പാണ് പുറത്തിറക്കിയത്. സെപ്റ്റംബർ 30 മുൻപ് പുതിയ ഭരണസമിതികൾ വരണമെന്നാണ് സർക്കാർ ഉത്തരവ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പോലീസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി GR അജിത്ത് ഉൾപ്പെടെയുള്ള താൽക്കാലിക ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 3 പോലീസ് സംഘടനകൾക്ക് പകരം 2 സംഘടനകൾ മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് നിലവിലെ ഈ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് അസോസിയേഷനും സീനിയർ പോലീസ് ഓഫീസ് അസോസിയേഷനും മാത്രമേ ഇനി നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. പ്രധാനമായും സംസ്ഥാന സർക്കാരാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ചില കൂടിയാലോചനകളും ചർച്ചകളും നടത്തി ഈ പോലീസ് സംഘടനയിലെ അവരുടെ സംഘടനാ രീതികളും ഒപ്പം തന്നെ സംബന്ധിച്ച് ചില മാർഗനിർദ്ദേശങ്ങൾ ഔദ്യോഗികമായി എടുത്തത്. ഇത് പോലീസ് മേധാവിയെ അറിയിക്കുകയും ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പുതിയ തീരുമാനത്തിലേക്ക് പോലീസും സർക്കാരും എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കമ്മിറ്റി പിരിച്ചുവിടുകയും ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും കാലങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സംഘടനാ പ്രവർത്തനം അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും വലിയ വിവാദങ്ങൾക്കൊക്കെ പോലീസ് സേനയിൽ വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊക്കെയാണ് കൂടുതൽ ചർച്ചകൾ ഇതിന്മേൽ നടന്നത്. ഇതിലാണ് ഇപ്പോൾ സംഘടനകൾ പിരിച്ചുവിടുകയും അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം നൽകുകയും ഇനിയിപ്പോൾ 2 സംഘടനയിലേക്ക് പോലീസ് സേന ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. എന്തായാലും ഔദ്യോഗിക ഉത്തരവ് അല്പസമയം മുമ്പ് സംസ്ഥാന പോലീസ് മേധാവി ഇറക്കിയിട്ടുമുണ്ട്. വിനോദ, വ്യക്തമാണ്. സംസ്ഥാന പോലീസ് അസോസിയേഷനാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. നിലവിലെ ഭരണസമിതിയാണ് പിരിച്ചുവിട്ടത്. പുതിയ ഭരണസമിതി രൂപീകരിക്കാൻ DGP അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും എസ് ശാലിനി.